അപ്പോൾ പിണറായി 3.0 വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. LDF ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും. വളരെ സൂക്ഷ്മമായി ഓരോ വാക്ക് പോലും അത്രയും സൂക്ഷ്മമായാണ് തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. 10 കൊല്ലത്തിൽ എവിടെയും LDF ഗവൺമെന്റ് അല്ല പറഞ്ഞിട്ടില്ല. അത് അഭിലാഷം അറിയാലോ. കോൺഷ്യസ് ആയി കഴിഞ്ഞ കുറച്ച് നാളായി അങ്ങനെ വലിയ എന്താ പറയുക അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നുമില്ല. അത് ഒന്ന് സൈലന്റ് ആയി പോയി എന്ന് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എന്ത് പറയും മറുപടി? അല്ല, ഒന്ന് അവസാനത്തെ ഒരു 6-8 മാസം ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി വെച്ച കുറേ കാര്യമുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ആദ്യത്തെ 4 കൊല്ലം എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുന്ന ആളാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ നോക്കിയല്ലോ. രാഷ്ട്രീയം പറയും, പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 100% ജനങ്ങളുടെ താല്പര്യം ആണ് ഒരു മന്ത്രി ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തു. 100 പാലമായിരുന്നു ലക്ഷ്യം വെച്ചത്, 200 പാലമായി. അമ്പൂരി പാലം മുതൽ നമ്മുടെ ഏറ്റവും അവസാനം ആലപ്പുഴയിലെ പാലത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ ആഘോഷിച്ചാണ്. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഫോക്കസ് ചെയ്യേണ്ടടുത്ത് ഫോക്കസ് ചെയ്തു. ബാക്കി പറയേണ്ടത് നമുക്ക് ഇനിയും പറയാലോ. അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. രാഷ്ട്രീയ തന്ത്രം ആയതുകൊണ്ടല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നും വിവാദങ്ങളല്ലല്ലോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടാണല്ലോ. നമ്മളിങ്ങനെ കുറേ ബഹളം വെച്ച് നമ്മളെ ചാനലിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആണല്ലോ. അതാണ് ഇടതുപക്ഷ മന്ത്രിമാർ ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇവിടെ വോട്ട് ഒന്ന് സംസ്ഥാന സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം, അതിൽ ടൂറിസം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനം കൂടി ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തും. MLA എന്നുള്ള നിലയിൽ അവർക്കൊപ്പം നിന്നത് വിലയിരുത്തും. പിന്നെ രാഷ്ട്രീയം പൊതുവെ എല്ലായിടത്തും ഉള്ളതുപോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യും. പ്ലസ് സപ്ലിമെൻ്ററി പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇവിടെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ ഭാഗമായി വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമുണ്ട്, അത് ഏറ്റവും പ്രധാനം. വിശ്വാസം എന്നുള്ളതിനെ മുൻനിർത്തി വരുമ്പോൾ എല്ലാവരും ഇടതുപക്ഷത്തിന് ഇവിടെ വോട്ട് ചെയ്യും. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ രാത്രി വരികയാണെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ കാണാമായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ പങ്കുവഹിച്ച പാലാണ്. അതിൻ്റെ ചരിത്രത്തെ നിലനിർത്തിക്കൊണ്ട് ഒരുപാട് അറ്റകുറ്റപ്പണി നടത്തി. ഈ പാലം ഇന്ന് വരെ ഇല്ലാത്ത അറ്റകുറ്റപ്പണി നടത്തി. ഇപ്പോൾ ലൈറ്റിംഗ് ആണ്. ട്രെയിനിൽ പോകുമ്പോൾ കോഴിക്കോടത്തെ രാത്രി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എത്തുമ്പോൾ ആളുകൾ ജനാല അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇതാ കണ്ടോ എന്ന് പറയും. തിരിച്ചു പോകുമ്പോൾ നോക്കണം. ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടം, ഹൈന്ദവരും മുസൽമാനും സഹോദരന്മാരായി നടത്തിയ പോരാട്ടം. ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് വിച്ഛേദിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഥലമാണ്. ആ പാരമ്പര്യമുണ്ട്. അതിന്റെ ചരിത്രമാണ് ഈ പാലം. അതുപോലെ വിറപ്പിക്കും. നമ്മളൊക്കെ ഒരു സൈഡിൽ കൂടി, നമ്മളൊക്കെ ഒരു അരികിലൂടെ പോകുന്ന ആളുകളല്ലേ. വോട്ട് കൊണ്ട് വിറപ്പിക്കട്ടെ. വോട്ട് എണ്ണുമ്പോൾ നമുക്ക് ഉഷാറാക്കാം. തീർച്ചയായും. അപ്പോൾ ഉഷാറാണ് ബേപ്പൂർ. അപ്പോൾ താങ്ക് യു.